അവന്റെ ചിരിക്ക് പർവ്വതങ്ങളെ തകർക്കുവാൻ കഴിയും. മരുഭൂമിയുടെ ക്രോധമായ വൺ ടൈൽഡ് ബീസ്റ്റായ ഷുക്കാക്കു. നീലജ്വാലകളിൽ പൊതിഞ്ഞ ഒരു ജീവനുള്ള നരകമാണിവൻ. രാത്രിയിൽ നൃത്തം ചെയ്യുന്ന പ്രേതത്തിന്റെ ഒരു മാർജാരൻ, ടു ടൈൽസ് എന്നറിയപ്പെടുന്ന മഥാബി. സമുദ്രത്തിന്റെ ആഴത്തിനടിയിൽ ആയുധധാരികളായ നിശബ്ദ ജഗർനട്ട് പതിയിരിക്കുന്നു. അതാണ് ത്രീ ടൈൽസ് ഇസോബു. തീയിൽ നിന്നും കല്ലിൽ നിന്നും ജനിച്ച പർവ്വതങ്ങളുടെ സിന്ദൂര രാജാവാണിവൻ. അതെ, ഫോർ ടൈൽസ് ആയിട്ടുള്ള സങ്കൂക്കു. ഒരു ടൈറ്റന്റെ ശക്തിയോടുകൂടി ഭൂമിയെ തന്നെ കുലുക്കുന്ന ഫൈവ് ടൈൽസ് ആണിവൻ കോക്കുവോ. കോടമഞ്ഞിൽ നിന്ന് മാരകമായ വിഷഗാനം ഇറ്റിറ്റ് വീഴിപ്പിക്കുന്ന ദ സിക്സ് ടൈൽസ് ആയിട്ടുള്ള സൈക്കൺ. വിധിയുടെ കവചം കൊണ്ട് ആകാശത്തിലെ സന്തോഷവാനായ യോദ്ധാവായി മാറിയ സെവൻ ടൈൽസ് എന്നറിയപ്പെടുന്ന കോമോയ്. കില്ലർ ബിയുടെ അചഞ്ചലമായ കൊടുങ്കാറ്റ്, എയ്റ്റ് ടൈൽസ് എന്നറിയപ്പെടുന്ന ഗ്യൂക്കി. തന്റെ ഗർജനത്താൽ സ്വർഗം പോലും പിളർക്കുവാൻ ശക്തിയുള്ള ലീഫ് വില്ലേജിന്റെ ജ്വലിക്കുന്ന ഇച്ഛാശക്തി, ദ നയൻ ടൈൽസ് എന്നറിയപ്പെടുന്ന കുറാമ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെയിൽഡ് ബീസ്റ്റിനെ പറ്റിയാണ്. എവിടെ നിന്നാണ് ടെയിൽഡ് ബീസ്റ്റ് വന്നത്, അതിന്റെ ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ എന്തൊക്കെയാണ്, ബേസിക്കലി ഒരു ബ്രീഫ് സമ്മറി ആയിട്ട് ഏതൊക്കെയാണ് 9 ടെയിൽഡ് ബീസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ഒറിജിൻ സ്റ്റോറിയിലേക്ക് തന്നെ കിടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് 10 ടൈൽസ് അഥവാ ജൂബി ആയിരുന്നു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റി ഈ ഒരു ലോകത്ത്. യഥാർത്ഥത്തിൽ ഗോട്രയുടെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയായിരുന്നു ഈ 10 ടൈൽസ്. എന്നാൽ മാതാവായിട്ടുള്ള കാഗുയ ഈ 10 ടൈൽസിന്റെ ചക്രം ഉപയോഗിച്ചുകൊണ്ട് ലോകം തന്നെ ഭരിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങി. ഇതിനെ തടുക്കാൻ വേണ്ടി അവരുടെ തന്നെ മക്കളായിട്ടുള്ള ഹോഗറോമയും ഹാമുറയും തന്നെ എതിർക്കേണ്ടി വന്നു. ഇതിലകത്ത് ഹോഗറോമ ആരാന്നറിയാലോ, ദ സേജ് ഓഫ് സിക്സ് പാത്ത്. അങ്ങനെ ഫൈനലി അവര് 10 ടൈൽസിനെ സീൽ ചെയ്തു. 10 ടൈൽസിന്റെ ബോഡി മൂണിൽ സീൽ ചെയ്യപ്പെട്ടു. അതാണ് പിന്നീട് കെഡോ സ്റ്റാച്ചു എന്ന രീതിയിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. എന്നിട്ട് അതിന്റെ ചക്രനെ ഹോഗറോമ സ്വന്തമായിട്ട് ബോഡിയിൽ തന്നെ സീൽ ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടാവാൻ തുടങ്ങി. തന്റെ മരണത്തിന് ശേഷം ഈ ഒരു ടെയിൽഡ് ബീസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ആപത്താകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു 10 ടൈൽസിനെ 9 ഡിഫറെന്റ് ടൈൽസ് ആക്കിയിട്ട് ഓരോ ബോഡിയും കൊടുത്തിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ഈ സ്പ്ലിറ്റ് ചെയ്ത ഓരോ ബീസ്റ്റിനെയും വിളിക്കുന്നതാണ് 9 ടൈൽഡ് ബീസ്റ്റ് അല്ലെങ്കിൽ ദ ടൈൽഡ് ബീസ്റ്റ് എന്നും. അങ്ങനെ ഈ 10 ടൈൽസിന്റെ ചക്ര 9 ഡിഫറെന്റ് ടൈൽഡ് ബീസ്റ്റിന്റെ ചക്രകളിലേക്ക് മാറ്റി. ഹോഗറോമ ഈ 9 പേരെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഫ്രീ വില്ലിലൂടെ വിടുകയായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവരെല്ലാവരും കൂടെ ഒരു ദിവസം യുണൈറ്റ് ചെയ്യും, അത് വിധിയുടെ ശക്തിയാൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഹോഗറോമ സ്പ്ലിറ്റ് ചെയ്ത ബീസ്റ്റുകളാണ് ഈ പറയുന്ന 9 ബീസ്റ്റുകൾ. പിന്നീട് കാലം കഴിയും തോറും ഹ്യൂമൻസിന്റെ ആ ഒരു പ്രൈഡും അവരുടെ ആ ഒരു ജലസും ഒക്കെ കാരണം ബാക്കിയുള്ള ക്ലാനിനെ തോപ്പിക്കാൻ എന്ന രൂപേണ ഓരോ ബീസ്റ്റിനെയും തൻ്റെ ക്ലാനിലുള്ളവരുടെ രീതിയിലേക്ക് സീല് ചെയ്യപ്പെട്ടു. അങ്ങനെ ഓരോ ക്ലാനിൽപ്പെട്ടവർക്കും ഓരോ വില്ലേജിൽപ്പെട്ടവർക്കും ഓരോ ബീസ്റ്റുകൾ എന്ന രൂപേണ ആയി മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലാണോ ആ ഒരു ബീസ്റ്റ് കുടികൊള്ളുന്നത് അവരെ ജിഞ്ചുറുക്കികൾ എന്ന് വിളിക്കുന്നു. നാറൂട്ടോയുടെ കഥ പറയുമ്പോൾ നാറൂട്ടോയുടെ ഇറയിലുണ്ടായിരുന്ന ജിഞ്ചുറുക്കികളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെയായിരുന്നു ആ 9 ഡിഫറെന്റ് ടൈൽഡ് ബീസ്റ്റും അവരുടെ ലാസ്റ്റ് ഹോസ്റ്റും. ഒന്നാമത്തെ ആൾ, ദ 9 ടൈൽഡ് ബീസ്റ്റിലെ ഒന്നാമത്തെ ടൈൽഡ് ബീസ്റ്റ് ഷുക്കാക്കു ആണ്, അല്ലെങ്കിൽ വൺ ടൈൽ. ഷുക്കാക്കുവിന്റെ പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ വളരെ അഹങ്കാരിയായിരുന്നു, ക്യുക്ക് ടെമ്പേർഡ് ആയിരുന്നു, ഹ്യൂമൻസിനോട് ദേഷ്യമുള്ള ഒരാളായിരുന്നു. എസ്പെഷ്യലി ആരാണോ തന്നെ സീൽ ചെയ്യാൻ നോക്കുന്നത് അവരുടെ എതിരെ നല്ല രീതിയിൽ ക്രോധിക്കുമായിരുന്നു. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് ഗാരയാണ്. രണ്ടാമത്തെ ടൈൽഡ് ബീസ്റ്റാണ് മതാബി അല്ലെങ്കിൽ ടു ടൈൽഡ് ബീസ്റ്റ്. ഇദ്ദേഹം നീല കളറിലെ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു വലിയ പൂച്ച വർഗത്തിൽപ്പെട്ട ഒരാളെ പോലെയാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് യുഗിറ്റോനിയാണ്. മൂന്നാമത്തെ ബീസ്റ്റാണ് ത്രീ ടൈൽഡ്. ഇതിന്റെ പേര് ഇസോബു എന്നാണ്. അപ്പിയറൻസിൽ എ സ്പൈക്ഡ് ടർട്ടിൽ വിത്ത് ക്രാബ് ലൈക്ക് ലെഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ വളരെ ജാഗ്രതവാനാണ്, ക്വയറ്റാണ്, പിന്നെ സോളിറ്റ്യൂഡ് ഒറ്റയ്ക്ക് നടക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് യാഗുറയാണ്. നാലാമത്തെ ടൈൽഡ് ബീസ്റ്റ് അല്ലെങ്കിൽ ഫോർ ടൈൽഡ് ബീസ്റ്റ് ആണ് സൺഗോക്കു. അതെ, ദ മങ്കി കിങ് വിത്ത് ദ ലാവാ ചക്ര. പേഴ്സണാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൗഡ് വാരിയർ ആണ്, സ്ട്രെങ്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് റോഷിയാണ്. ഫിഫ്ത്ത് അല്ലെങ്കിൽ 5 ടൈൽഡ് ബീസ്റ്റ് ആണ് കോക്കുവോ. അതെ, ഒരു വെള്ള ഹോഴ്സ് ഡോൾഫിൻ ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണാലിറ്റി പൊതുവെ ജെന്റിലാണ്, പക്ഷേ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയിട്ടു. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് ഹാനാണ്. ആറാമത്തെ അല്ലെങ്കിൽ 6 ടൈൽഡ് ബീസ്റ്റ് എന്ന് പറയുന്നത് സൈക്കനാണ്.
അതെ, ഒരു വെള്ള ഒച്ച് ലൈക്ക് ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കൊറോസീവ് എബിലിറ്റീസ് ഉള്ള ഒരു തരം ഒച്ച്. പേഴ്സണാലിറ്റിയും ഭയങ്കര ലൈറ്റ് ഹേർട്ടഡ് ആണ്, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് ഉത്കാട്ടയാണ്. 7ാമത്തെ കോമിയാണ്, 7 ടൈൽസ് ആയിട്ടുള്ള കോമി. അതെ, കാണുമ്പോൾ തന്നെ അറിയാം, ദ ബീറ്റിൽ വിത്ത് ബ്രൈറ്റ് വിങ്സ്. പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ചെയർഫുള്ളുമാണ്, ഒപ്റ്റിമിസ്റ്റിക്കുമാണ്. ലാസ്റ്റ് നോൺ ആയിട്ടുള്ള ഹോസ്റ്റ് ഫൂ ആണ്. 8ാമത്തെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്യൂക്കിയാണ്, അല്ലെങ്കിൽ ഒക്ടോപ്പസ് എന്ന് നമ്മുടെ നാറൂട്ടോ വിളിക്കും. ഒരു ഒക്ടോപ്പസ് പ്ലസ് ഒരു ബുൾ ഹൈബ്രിഡ് ആണ് അപ്പിയറൻസിൽ ഈ 8 ടൈൽസ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നല്ല ബുദ്ധിമാനാണ്, കാമാണ്, സപ്പോർട്ടീവാണ്. ഹോസ്റ്റ് ഓഫ് കോഴ്സ് നൺ അതർ ദാൻ ദ റാപ്പർ കില്ലർ ബി. ആൻഡ് 9ാമത്തെ ദ 9 ടൈൽഡ് ബീസ്റ്റ് കുറാമയാണ്. ഒരു വലിയ കുറുക്കൻ, 9 വാലുകളുള്ള ഒരു മാസീവ് ഫോക്സ്. ഈ ഒരു 9 ടൈൽഡ് ബീസ്റ്റുകളിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ചക്രം ഉൾക്കൊള്ളുന്നത് കുറാമയ്ക്കാണ്. പേഴ്സണാലിറ്റി ഭയങ്കര കോംപ്ലക്സ് ആണ്, സിനിക്കലാണ്, ഡിസ്ട്രസ്റ്റ്ഫുൾ ആണ്, അൾട്ടിമേറ്റ്ലി നോബിളുമാണ്. നോൺ ആയിട്ടുള്ള ഹോസ്റ്റുകൾ മീഡോ ഉസുമാക്കി, കുഷീന ഉസുമാക്കി, പിന്നെ നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി. ഈ ബീസ്റ്റുകളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഒന്ന് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യം അവരെ കണ്ടിരുന്നത് വലിയൊരു മോൺസ്റ്റേഴ്സ് ആയിട്ടാണ്. വില്ലേജസ് എല്ലാം ഭയങ്കര രീതിയിലുള്ള ഒരു പേടിയോട് കൂടിയാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവർ തന്നെ ഇവരുടെ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ബീസ്റ്റുകളെ ഓരോ വെപ്പണായിട്ട് കാണുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഹോസ്റ്റുകൾ ഉണ്ടാകുകയും ജിൻജുറുക്കി എന്ന് പറയുന്ന പദം തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അക്കാട്സുക്കിയുടെ ആ ഒരു കാലയളവിലാണ് എല്ലാ ടൈൽഡ് ബീസ്റ്റിനെയും ഒന്നിച്ച്, അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും നമ്മൾ പറയുന്നില്ല, അതിനെ ബാക്കിൽ നിന്ന് ആരാണ് ചരട് വലിച്ചതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നാറൂട്ടോയുടെ റോഡ് വന്നു, കുറാമയായിട്ട് എങ്ങനെയാണ് ലിങ്ക് ആയത്, അങ്ങനത്തെ ഉള്ള കഥകളൊക്കെയാണ് മെയിൻലി നാറൂട്ടോ സീരീസിലുടനീളം ടൈൽഡ് ബീസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് രീതിയിൽ കാണിക്കുന്നത്. സീരീസിലുടനീളം പറയുന്നതനുസരിച്ചും ഡേറ്റാ ബുക്ക് അനുസരിച്ചും ഇൻ്റലിജൻ്റ് എന്ന രീതിയിൽ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ റോ പവറിൽ ഇവരുടെ ടൈലിൻ്റെ എണ്ണം അനുസരിച്ച് തന്നെയാണ് പവർ ഇരിക്കുന്നത്. അതായത് 9 ടൈൽഡ് ആയിട്ടുള്ള കുറാമയ്ക്ക് തന്നെയാണ് റോ പവറിൽ ഏറ്റവും കൂടുതൽ ശക്തി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടും ആ ഒരു ബാറ്റിൽ ഐക്യു ഒക്കെ വെച്ചുകൊണ്ടും ഈവൻ ദ ഷുക്കാക്കുവിന് വരെ കുറാമേനെ ഓവർ പവർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മനുഷ്യനും സിംഹത്തിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിംഹത്തിനായിരിക്കും. എന്ന് വെച്ച് മനുഷ്യന് സിംഹത്തിനെ കീഴടക്കാൻ പറ്റില്ലെന്ന് അതിലർത്ഥമില്ല. അതുപോലെ തന്നെയാണ് ഇത്. റോ പവർ കൂടുതൽ കുറാമയ്ക്കാണെങ്കിലും അറ്റ് ദ സെയിം ടൈം ഇൻ്റലിജൻസ് കൊണ്ട് കുറാമേനെ ഡിഫീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ടൈൽഡ് ബീസ്റ്റിനും സാധിക്കുമെന്ന് അർത്ഥം. ഈ പറയുന്നത് വെച്ച് കുറാമ തീരെ മോശമായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഡിസ്ട്രെസ്ഫുൾ ആയിട്ടും നമുക്ക് കുറാമേനെ കാണുവാൻ സാധിക്കും. ആ ടൈമിൽ എടുത്തുചാട്ടം കുറാമയ്ക്കുണ്ട്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് എല്ലാ ടൈൽഡ് ബീസ്റ്റിനും അവരവരുടെ ടൈലിൻ്റെ അനുസരിച്ചുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവസാനത്തെ 8 ടൈൽസിനും 9 ടൈൽസിനും അവരുടെ തന്നെ ലീഗാണെന്ന് തന്നെ പറയാം. അതായത് കുറാമയും ഗ്യൂക്കിയും ഒരു പവർ ഹൗസ് തന്നെയാണ് ഈ ടൈൽഡ് ബീസ്റ്റിനുള്ളിൽ. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും ഏറ്റവും വലിയ ബാറ്റിൽസ് ഒക്കെ ചെയ്തിട്ടുള്ളതും 8 ടൈൽസും 9 ടൈൽസും കൂടിയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീസ്റ്റ് ഏതാണെന്നും അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഏതിൻ്റെ ജിൻജുറുക്കി ആകുമെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നാറൂട്ടോ സീരീസിലെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.